السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 42ാമത്തെ ആയത്താണ് അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. ഇനി തുടർന്നുള്ള വചനങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. തുടർന്നുള്ള വചനങ്ങളിൽ 46 വരെയുള്ള വചനങ്ങളിലെ പാരായണ നിയമങ്ങൾ ഇതിനകം നാം ചർച്ച ചെയ്യുകയുണ്ടായി. ആ ആയത്തുകൾ ഒന്നുകൂടി ശ്രവിക്കുക. أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. ഇവിടെ ബനു ഇസ്രായേൽ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുവാനും അതോടൊപ്പം അല്ലാഹുവിന്റെ കരാർ നിറവേറ്റുവാനും അല്ലാഹു ആവശ്യപ്പെട്ട ആയത്തുകളാണ് നമ്മളിത് നേരത്തെ പഠിച്ചത്. അതോടൊപ്പം തന്നെ അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം ആയ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുവാനും അതിനെ ആദ്യം തന്നെ തള്ളിക്കളയുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുവാനും ആ വേദഗ്രന്ഥത്തെ തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്താതിരിക്കുവാനും അല്ലാഹു അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തരുത് എന്നും അറിഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിക്കരുതെന്നും സത്യത്തെ നിങ്ങൾ മൂടിവെക്കരുതെന്നും അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. അവരോട് തന്നെ അല്ലാഹു ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാകുന്നു.
അവസാനമായി വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഈ ആയത്താണ് നമ്മൾ അവസാനമായിട്ട് വിശദീകരിച്ചത്. ഇനി അതിന് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ എന്നാണ്. വഅഖീമു വഅഖീമു എന്ന് പറയുമ്പോൾ ഇവിടെ വാവ് അത്ഫിന്റെ വാവാണ്. നേരത്തെ പറഞ്ഞ വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. അങ്ങനെ തുറന്നുകൊണ്ട് അള്ളാഹു അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അത് യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി എന്ന് തുടങ്ങിയ ആ വചനം തൊട്ട് അങ്ങനെ തുടർന്നു വരുന്ന വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല വഇയ്യായ ഫത്തഖൂൻ. തുടർന്ന് വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. അതിനുശേഷമാണ് വഅഖീമു. വാവ് അവിടെ അത്ഫിന്റെ വാവായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വഅഖീമു എന്ന വചനത്തിൽ അഖീമു അതൊരു കൽപ്പനയാണ്, അമ്രാകുന്നു. അഖാമ യുഖീമു എന്നതിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അഖാമ യുഖീമു എന്നാണ് ഇഖാമത്ത് ഉണ്ടാകുന്നത്, അതിന്റെ മുസ്തറായിട്ട്. അഖാമ യുഖീമു. ഇതിൽ ഖാമ അതിന്റെ അസ്ലിയായ രൂപം, ആ ഫിഅലിന്റെ മുജറദായ രൂപമാണ് ഖാമ യഖൂമു. അതിന്റെ മുസ്തർ ഖിയാമു. ഖാമ എഴുന്നേറ്റു, യഖൂമു എഴുന്നേൽക്കുന്നു. ഖിയാമുൻ എഴുന്നേൽക്കൽ. അഖാമ എന്ന് പറയുമ്പോൾ എഴുന്നേൽപ്പിച്ചു എന്ന് പറയാം. ഇവിടെ അതിന്റെ അർത്ഥമായി സ്വീകരിച്ചിട്ടുള്ളത് നിലനിർത്തുക എന്ന അർത്ഥമാണ്. അഖാമ ഇത് അഫ്അല വസ്നിലാണ് വരുന്നത്. അഖാമ. പക്ഷെ അത് അതിന്റെ അംറായിട്ടാണ് വരുന്നത്. തുഖീമൂന അതായത് യഖൂമു യുഖീമു, അതായത് അഖാമ യുഖീമു, യുഖീമാനി യുഖീമൂന, തുഖീമാനി യുഖിംന, തുഖീമാനി തുഖീമൂന എന്ന് പറയുന്ന ആ തുഖീമൂനയിൽ നിന്നാണ് നൂനിനെ ഹദഫ് ചെയ്തുകൊണ്ട് അതിന്റെ അംറുണ്ടാകുന്നത് അഖീമു.
അഖീമു എന്നുണ്ടാകുന്നത്. നിങ്ങൾ. മറ്റേതാണെങ്കിൽ ഏകവചനമാണെങ്കിൽ അഖിം എന്നാണ്. അഖിം വജ്ഹക അല്ലേ, അഖിം. ഖാമന്റേതാണെങ്കിൽ ഖാമ യഖൂമു ഖും എന്നാണ് വരിക. അതിന്റെ അംറ് ഖും എന്നാണ് വരിക. അതിന്റെ ബഹുവചനാർത്ഥത്തിൽ വരുമ്പോൾ ഖൂമു എന്നാണ് അതിന്റെ അംറായിട്ട് വരിക. ഖൂമു. ഇവിടെ അഖാമ യുഖീമു, അഖിം. അതിന്റെ ബഹുവചന രൂപത്തിൽ വരുമ്പോൾ അഖീമു എന്നാണ് വരിക. അപ്പൊ അഖീമു എന്നത് ഫേല് അംറാണ്. ഫേല് അംറാകുന്നു. അതെ, ഞാൻ പ്രത്യേകമായി അത് ടൈപ്പ് ചെയ്യുന്നില്ല. ഫേല് അംറ് മുബ്നിൻ അലൻ നൂൻ അല്ലേ, അലാ ഹദ്ഫിൻ നൂൻ, നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട്. പിന്നെ അതിലുള്ള വാവുൽ ജമാഅത്ത് അഖീമു, വാവുൽ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ വമീർ മബ്നിയുൻ അലാ സുക്കൂനി അല്ലേ, في محل رفع فاعل അല്ലേ, في محل رفع فاعل. അപ്പോ വഅഖീമു നിങ്ങൾ നിലനിർത്തുക എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ നിലനിർത്തുക, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുക. വഅഖീമു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്നർത്ഥം. വാവുണ്ട്, ഹദഫിന്റെ വാവുണ്ട്. അതുകൊണ്ട് വഅഖീമു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ. എന്തിനെയാണ് നിലനിർത്തുന്നത്? അപ്പൊ ഈ അഖീമു എന്നതില് അംറാണ്. ആ അംറിൽ അടങ്ങിയിട്ടുള്ള വമീർ മുസ്തത്തിറാണ്. ആ മുസ്തത്തിറിന്റെ തഖ്ദീർ എന്താണ്? എന്താണ്? അൻതുമാണ് അല്ലെ. എന്താണ്? അൻതും. ഇതിലടങ്ങിയിട്ടുള്ള തഖ്ദീർ അൻതുമാണ്. അപ്പൊ നിങ്ങൾ നിലനിർത്തുക എന്നാണ്. നിങ്ങൾ നിലനിർത്തുക. അസ്വലാത്ത നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക എന്നാണല്ലോ. സ്വലാത്ത നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക. നമസ്കാരത്തെ എന്ന് പറയുന്നത് ഇവിടെ മഫ്ഊൽ ബിഹി മൻസൂബാണ്. മഫ്ഊൽ ബിഹി മൻസൂബാണ്. അതുപോലെ വആതു അഖീമുസ് സ്വലാത്ത വആതു സകാത്ത. വആതു ആതു അസ്സകാത്ത. അതിലൂടെ വാവ് ഹർഫ് അത്ഫാകുന്നു. ഒരു ആതു എന്ന് പറയുന്നത് എന്താകുന്നു? അമ്രാണ്. അത്തായത്തി എന്നതിൽ നിന്ന് ആത്തായുത്തി, അതായത് ആത്തായുത്തി.
അതിൽ നിന്നാണ് ആതി എന്ന അമ്രുണ്ടാകുന്നത്. ആതി. അപ്പൊ അതിന്റെ ബഹുവചന രൂപമാണ് ആതു എന്ന് വരുന്നത്. ആതു എന്ന് വരുന്നത്. ആതു എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവൻ. നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവൻ. അത്ത എന്ന് പറഞ്ഞാൽ എത്തി എന്നുള്ളതാണ്. ഇങ്ങോട്ട് എത്താം. നമ്മളിലേക്കൊരു സാധനം എത്തുമ്പോൾ അത്ത, നമ്മളിൽ നിന്ന് അത് അങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് ആത്ത. അഫ്അല വസ്നിലാണ് വരിക. അത് കൊടുക്കുകയും ചെയ്യുക. അപ്പോ എന്താകുന്നു? ഇത് ഫിഅ്ൽ അംറാണ്, മബ്നിയുൻ അല ഹർഫിൻ നൂൻ. അതായത് തുഅ്തൂന ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് തുഅ്തൂന. അതിൽ നിന്നാണ് ആതു എന്ന, അതിന് സമാനമായിട്ടാണ് മുളാരി തുഅ്തൂന എന്നാണ്. യുഅ്തി, അതിൽ നിന്ന് തുഅ്തൂന എന്നുണ്ടാകുന്നു. അതിൽ നിന്ന് ആതു എന്ന അമ്രും രൂപപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഫിഅ്ൽ അംറാണ്, മബ്നിയുൻ അല ഹദ്ഫിൻ നൂനാണ് അല്ലേ. പിന്നെ അതിലെ വാവുൽ ജമാഅത്ത് നേരത്തെ പറഞ്ഞതുപോലെ ളമീറുൻ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്അ അല്ലേ, ഫി മഹല്ലി റഫ്അ. وتؤتوا الزكاة എന്താകുന്നു? സക്കാത്ത, നിങ്ങൾ സക്കാത്തിനെ കൊടുക്കുക. സക്ക യുസക്കി, അതിൽ നിന്നാണ് സക്കാത്ത് ഉണ്ടാകുന്നത്. സല്ല യുസല്ലി, അതിൽ നിന്നാണ് സ്വലാത്ത് ഉണ്ടാകുന്നത്. സല്ല യുസല്ലി, അതിൽ നിന്നാണ് സ്വലാത്ത് ഉണ്ടാകുന്നത്. സക്ക യുസക്കി, അതിൽ നിന്നാണ് സക്കാത്ത് ഉണ്ടാകുന്നത്. ഇത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. വഅഖീമു സ്വലാത്ത വആതു സക്കാത്ത വർക്കഉ. വീണ്ടും വാവ് ഹർഫ് അത്ഫാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും, വർക്കഉ നിങ്ങൾ റുകൂഉ ചെയ്യുകയും ചെയ്യുക. വടെ അത്ഫാണ് അല്ലേ. അപ്പോ വർക്കഉ, റകഅ അതാണ് അതിന്റെ ഫിഅൽ. യർക്കഉ, റകഅ യർക്കഉ. റകഅ യർക്കഉ, അതിന്റെ അംറ് എങ്ങനെയായിരിക്കും? ഇർക. അതിന്റെ അംറാണ് ഇർക എന്ന് പറയുന്നത്. അത് അത്ഫിന്റെ വാവതിന് മുമ്പിൽ വന്നപ്പോ വർക്ക എന്നായി മാറും. അതിലേക്ക് ചേർത്ത് പറയുമ്പോൾ വർക്ക എന്ന് പറയും. അതിന്റെ ബഹുവചന രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അഖീമു, ആതു, ഇർകഉ, ഇത് മൂന്നും കൽപ്പന, ബഹുവചനാർത്ഥത്തിലുള്ള കൽപ്പനകളാണ്. അഖീമു, ആതു, ഇർകഉ. അവിടെ അതൊക്കെ
ഇർക, ഇവിടെ തിർക്കഊന, റകഅ ഇർകഉ എന്നതിൽ നിന്ന് തിർക്കഊന, അതിന്റെ സ്ഥാനം ആകുന്നു ജംഅ് മുദക്കർ ഹാദിർ അല്ലെ, ജംഅ് മുദക്കർ ഹാദിർ. അതിൽ നിന്ന് തിർക്കഊന ഉണ്ടാകുന്നു. ആ തിർക്കഊനയിൽ നിന്നാണ് ഇർകഉ എന്ന പദം ഉണ്ടാകുന്നത്. അപ്പൊ അത് വാവിലേക്ക് ചേർത്ത് പറയുന്നു, വർകഉ എന്നായി മാറുന്നു. വർകഉ, ഇർകഉ എന്നത് വർകഉ നിങ്ങൾ കുമ്പിടുക, നിങ്ങൾ റുകൂഉ ചെയ്യുക എന്നർത്ഥം. നിങ്ങൾ റുകൂഉ ചെയ്യുക. അപ്പോൾ കൽപ്പന ഖീമു ആതു ഇർകഉ. ഇർകഉ മഅ, കൂടെ അല്ലേ. ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യും. അതിലെ വാവുൽ ജമാഅത്ത്, ഇതൊക്കെ ഈ വാവുൽ ജമാഅത്തിലുള്ള വമീർ മുസ്തത്തിറൊക്കെ അൻതുമാണ് അല്ലെ, അതിന്റെ തഖ്ദീർ അൻതുമാണ്. അപ്പോ ആ വമീർ മബ്നിയുൻ അല സുക്കൂൻ അല്ലേ, വമീർ മബ്നിയുൻ അല സുക്കൂൻ, അതിലടങ്ങിയ അതിന്റെ തഖ്ദീർ അത് ഫി മഹൽ എന്താണ്, വമീർ മബ്നിയുൻ അല സുക്കൂൻ ഫി മഹല്ലി, അതുകൂടി എഴുതി പൂർത്തിയാക്കണം. ഫി മഹൽ റഫഅ ഫാഇൽ. ശരി. പിന്നെ മഅ, മഅ എന്ന് പറയുന്നത് ളർഫ് മക്കാനാണ് അല്ലേ, ളർഫ് മക്കാനാണ്, മൻസൂബാണ്. മഅ മൻസൂബാണ്. പിന്നെ മഅ റാക്കിഈൻ, റാക്കിഈൻ, റാക്കിഉ റകഅ യർകഉ, അതിൽ നിന്നുണ്ടാകുന്ന ഫാഇലാണ്, ഇസ്മു ഫാഇലാണ് റാക്കിഉ. റകഅ എന്ന് പറഞ്ഞാൽ റുകൂഉ ചെയ്തു, കുമ്പിട്ടു. യർകഉ കുമ്പിടുന്നു. റാക്കിഉൻ കുമ്പിടുന്നവൻ, ഫാഇലുൻ എന്ന രൂപത്തിൽ. കാതിബുൻ, ഖാരിഉൻ, ദാഹിബുൻ, ജാലിസുൻ എന്നൊക്കെ രൂപത്തിൽ റാക്കിഉൻ എന്നതാണ് അതിന്റെ ശരിയായത്. റാക്കിഉൻ, റാക്കിഉൻ എന്ന് പറഞ്ഞാൽ കുമ്പിടുന്നവൻ, ഒരാള്. അതിന്റെ ബഹുവചനമാണ് റാക്കിഊന. അതിന്റെ ബഹുവചനമാണ് റാക്കിഊന. ഇതെന്ത് ജംആണ്? റാക്കിഊന എന്നത് ഏത് ജംആണ്? ജംഅ് മുദക്കർ സാലിമാണ് അല്ലേ. നമ്മളിപ്പോ അൽ ബലാഗയിലെ ഗ്രേഡ് 1 പഠിച്ചുകൊണ്ടിരുന്നത് ഇതാണ്, ജംഅ് മുദക്കർ സാലിമിനെ കുറിച്ചാണ്. ജംഅ് മുദക്കർ സാലിമിൽ പെട്ടതാണ് റാക്കിഊന. വാവ് നൂന് ചേർത്തുകൊണ്ട് ജംഅ് രൂപപ്പെടുന്നതിനെയാണ് ജംഅ് മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഇവിടെ റാക്കിഊന എന്നത് കുമ്പിടുന്നവർ എന്നർത്ഥം. കുമ്പിടുന്നവൻ റാക്കിഉ, റാക്കിഊന കുമ്പിടുന്നവർ. അതിലേക്ക് അലിഫ് ലാം ചേർത്തു. അപ്പോൾ അർറാക്കിഊന എന്നായി മാറി. ഇനി മഅ എന്നത് മഅ അർറാക്കിഈന എന്നായി മാറി. മഅ അർറാക്കിഈന, കുമ്പിടുന്നവരുടെ കൂടെ. വർക്കഉ നിങ്ങൾ കുമ്പിടുക, മഅർ റാക്കിഈന കുമ്പിടുന്നവരുടെ കൂടെ. അപ്പോൾ അത് മുദാഫ് ഇലൈഹിയാകുന്നു. മഅ ഇവിടെ പിന്നെ വർഫ് മക്കാന് മൻസൂബാവുന്നതോടൊപ്പം അത് മുദാഫുമാകുന്നു മഅ എന്ന് പറയുന്നത്. അർറാക്കിഈന എന്ന് പറയുമ്പോൾ അത് മുദാഫ് ഇലൈഹിയാകുന്നു. മുദാഫ് ഇലൈഹി എന്താണ്? മുദാഫ് ഇലൈഹി
മുദാഫ് ഇലൈഹി മൻസൂബാവൂല. മുദാഫ് ഇലൈഹി എപ്പോഴും മജ്റൂർ ആകുന്നു, അത് ജറ് ചെയ്യപ്പെടുന്നു അല്ലെ. മുദാഫ് ഇലൈഹി മജ്റൂർ അല്ലാവുക, മറന്നു പോകരുത്. മുദാഫ് ഇലൈഹി മജ്റൂറായി മാറുന്നു. അപ്പോ അത് മജ്റൂർ ആകുന്നത് എങ്ങനെയാകുന്നു? ഈ പറഞ്ഞ രൂപത്തിൽ യാവും നൂനും നൽകിക്കൊണ്ട് അത് മജ്റൂറാകും. അത് നസ്ബ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലും യാ നൂന് തന്നെയാണ് നൽകപ്പെടുക. നസ്ബിന്റെ സന്ദർഭത്തിലും ജറിന്റെ സന്ദർഭത്തിലും യാ നൂന് തന്നെയാണ് നൽകുക. പക്ഷെ ജറിന്റെ സന്ദർഭത്തെ ജറ് എന്നും നസ്ബിന്റെ സന്ദർഭത്തെ നസ്ബ് എന്നും തന്നെ പറയണം. കാരണം ജറ് എന്ന് പറയുന്നത് ഇവിടെ മുദാഫ് ഇലൈഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഈ ഫത്ഹ് കൊടുത്താലും എന്ത് കൊടുത്താലും അവിടെ പെട്ടെന്ന് മാറിയിട്ട് അത് നസ്ബ് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല. അത് ജറ് ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി. അപ്പോ وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്നവരോട് കൂടി കുമ്പിടുക, നമസ്കരിക്കുകയും കുമ്പിടുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുക്കൂ ചെയ്യുക എന്ന റുക്കൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമസ്കാരമാണ്. നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക. ഇതാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും. ഇവിടെ അതഅ്മുറൂന നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതഅ്മുറൂന ഇവിടെ വരുന്ന ആ എന്ന് പറയുന്നത് എന്താണ്? ഹർഫ് ഇസ്തിഫ്ഹാം അല്ലെ. ഹർഫ് ഇസ്തിഫ്ഹാം ആകുന്നു. ആ ആണോ ആകുന്നുവോ എന്നൊക്കെയുള്ള ചോദ്യം. ആ അതഅ്മുറൂന അതഅ്മുറൂന നേരെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ കൽപ്പിക്കുകയാണോ, നിങ്ങൾ കൽപ്പിക്കുകയാണോ എന്നർത്ഥം. അപ്പൊ ആ എന്നുള്ളത് ആണോ എന്ന അർത്ഥത്തിലാണ്. തഅ്മുറൂന അമറ അമറ യഅ്മുറു അല്ലെ. അമറ യഅ്മുറു, അതായത് ഫഅല യഫ്ഉലു വസ്നിൽ വരുന്ന സുലാസി മുജറദായ ഒരു ഫിഅൽ മാദിയാണ് അമറ യഅ്മുറു എന്നത്. അപ്പൊ അതിന്റെ അമറ യഅ്മുറു യഅ്മുറു യഅ്മുറാനി യഅ്മുറൂന തഅ്മുറു തഅ്മുറാനി യഅ്മുർന തഅ്മുറു തഅ്മുറാനി തഅ്മുറൂന തഅ്മുറൂന. അപ്പൊ അതിന്റെ എന്താകുന്നു? സീഗ എന്താകുന്നു? തഅ്മുറൂന എന്ന് പറയുന്നത് ഹാദിർ മുദക്കർ ജംഅ. ഹാദിർ മുദക്കർ ജംഅ. ശരി. മാദി ഹാദിർ മുദക്കർ ജംഅ. അതഅ്മുറൂന തഅ്മുറൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ കൽപ്പിക്കുന്നു. മുദാരിയാണ്, ഫിഅൽ മുദാരിയാണ്. നിങ്ങൾ കൽപ്പിക്കുന്നു എന്നതാണ് തഅ്മുറൂന. ഫിഅൽ മുദാരിയാണ്, മർഫൂആണ് അല്ലേ. മർഫൂആണ്. തഅ്മുറൂന ഫിഅൽ മുദാരി മർഫൂആണ്.
പിന്നെ അതിലടങ്ങിയ വാവുൽ ജമാഅത്തിനെ സംബന്ധിച്ച് അത് ഫിഅൽ മുദാരി മർഫൂ ആണ് എന്ന് പറയാം. അതോടൊപ്പം അതിലെ വാവുൽ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ വമീർ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്ഇ ഫാഇൽ അല്ലേ? അപ്പോ അതഅ്മുറൂന അന്നാസ, അതഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ, തഅ്മുറൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൽപ്പിക്കുന്നു, അതിനോട് കൂടി ആണോ എന്ന് ചേർക്കുന്നു. അപ്പോൾ നിങ്ങൾ കൽപ്പിക്കുകയാണോ. ഇതിലടങ്ങിയ വാവുൽ ജമാഅത്തിലടങ്ങിയ ളമീർ അത് മുസ്തത്തിറാണ്. പിന്നെ അതിന്റെ തഖ്ദീർ അൻതും എന്നാകുന്നു അല്ലേ? ഫതഅ്മുറൂന അന്നാസ, അന്നാസ എന്ന് പറയുമ്പോൾ മനുഷ്യരോട് എന്നർത്ഥം. അന്നാസ നിങ്ങൾ കൽപ്പിക്കുകയാണോ, മനുഷ്യരെ നിങ്ങൾ കൽപ്പിക്കുകയാണോ. അപ്പോൾ എന്താണ് മഫ്ഊൽ ബിഹി മൻസൂബ് അല്ലേ? മഫ്ഊൽ ബിഹി മൻസൂബാകുന്നു. ബിൽ ബിർരി പുണ്യം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയാണോ, പുണ്യകാര്യത്തിന് നിങ്ങൾ കൽപ്പിക്കുകയാണോ അർത്ഥം. ബി അൽ ബിർരി, ബാ എന്താണ്? ഹർഫ് ജറാണ് അല്ലേ? ഹർഫ് ജറാണ്. പിന്നെ ബിർറുൻ എന്ന് പറഞ്ഞാൽ പുണ്യം. ബിർറുൻ എന്ന് പറഞ്ഞാൽ പുണ്യം. അതിന്റെ ഫത്ഹായി കഴിഞ്ഞാൽ ബർറുൻ എന്ന കര എന്നാണ് അർത്ഥം. കര, അൽ ബർറു വൽ ബഹർ, കരയും കടലും എന്ന് പറയും. ബർറ് അത് ബുർറ് എന്നാണെങ്കിൽ അത് ഗോതമ്പ് എന്നർത്ഥമാണ്. ബുർറ്. അപ്പോൾ ചെറിയൊരു ഹർക്കത്തിന്റെ വ്യത്യാസത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും. ബർറ് എന്ന് പറഞ്ഞാൽ കര, ബുർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം. അപ്പൊ ബിർറുൻ അതിലേക്ക് അലിഫ്ലാം ചേർത്തു, അൽ ബിർറു എന്നായി. അതിനു മുമ്പ് ബാ എന്ന ചെറുന്റെ ഹർഫ് വന്നതുകൊണ്ട് അത് ബിൽ ബിർരി എന്നായി മാറുന്നു. അപ്പൊ അത് ഇസ്മ മജ്റൂറാണ് അല്ലെ? ഇസ്മ മജ്റൂറാകുന്നു. ബിൽ ബിർരി മജ്റൂറായ ഇസ്മാകുന്നു. فَتَأْمُرُونَ النَّاسَ بِالْبِرِّ وَتَنْسَوْنَ أَنفُسَكُمْ. വീണ്ടും വാവ് വതൻസൗന. ഇവിടെ അതഅ്മുറൂന النَّاسَ بِالْبِرِّ നിങ്ങൾ ജനങ്ങളോട് പുണ്യകാര്യത്തിന് കൽപ്പിക്കുകയാണോ, പുണ്യം ചെയ്യുവാൻ അല്ലെങ്കിൽ പുണ്യം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയാണോ. വതൻസൗന വാവ് ഹർഫ് അത്ഫ് അല്ലേ? وتنسون نسي ينسى നസിയ അതിന്റെ മുദാരിയാണ് യൻസ. എല്ലാത്തിന്റെ ഹർഫോട് കൂടിയിട്ടുള്ള ഒരു ഫിഅൽ മാദിയാണ്, മുഅത്തല്ലായ ഒരു ഫിഅലാണ്. അതുകൊണ്ട് നസിയ എന്നുള്ളത് അതിന്റെ മുദാരി വരുന്നത് യൻസ എന്ന. യൻസ മനസ്സിലായല്ലോ? അപ്പൊ അതിൽ നിന്നാണ് തെൻസൗന എന്ന ആ ഫിഅൽ മുദാരിയിൽ അതിന്റെ
ജംഅ മുദക്കർ ഹാദിറായി വരുന്ന രൂപമാണ് തൻസൗന. അപ്പൊ അതഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ പുണ്യം ചെയ്യുവാൻ, ബിൽ ബിർരി വതൻസൗന. അപ്പൊ ആ അത്ഫ് നേരെ പോകുന്നത് തഅ്മുറൂനന്റെ അതേ രൂപത്തിൽ ഇതിലേക്കാണ്. അപ്പൊ നിങ്ങൾ പുണ്യം കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുകയാണോ, വതൻസൗന നിങ്ങൾ മറക്കുകയാണോ എന്നർത്ഥം. അവിടെ അതഅ്മുറൂന എന്നുള്ളതിന്റെ അതേ രൂപം തന്നെയാണ് അതൻസൗന എന്ന് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോ വതൻസൗന നിങ്ങൾ മറക്കുകയാണോ എന്നാണ്. നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. അത് ഫിഅൽ മുദാരിയാണ്. അതിന്റെ സീഗ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫിഅൽ മുദാരി മർഫു ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ വാവുൽ ജമാഅത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തഅ്മുറൂനന്റെ അതേ രൂപത്തിലാണ്. ഇതുവരെ പറഞ്ഞെല്ലാം അഖീമു, പിന്നെ ആതു, അതുപോലെ ഇർകഉ, പിന്നെ അതിനു ശേഷം തഅ്മുറൂന, ഇപ്പോ തൻസൗന, ഇതെല്ലാം അതിലടങ്ങുന്ന വാവുൽ ജമാഅത്ത് അതെന്താകുന്നു? വമീർ മബ്നിൻ അല സുകൂനാണ്. ഫി മഹല്ല് റഫ്അ, അല്ലേ? റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നതാകുന്നു. തൻസൗന നിങ്ങൾ മറക്കുകയും ചെയ്യുകയാണോ. അംഫുസക്കും നഫ്സ് നഫ്സുൻ എന്ന് പറഞ്ഞാൽ ശരീരം, ദേഹം എന്നർത്ഥം. നഫ്സുൻ അതിന്റെ ബഹുവചനമാണ് അൻഫുസുൻ എന്ന് പറയുന്നത്. നഫ്സുൻ അൻഫുസ്. അത് ജംഅ് എന്ത് ജംആകുന്നു? ഈ ജംഅ് എന്ത് ജംആകുന്നു? ജമ്മു തക്സീറാണ്, അല്ലെ? ജമ്മു തക്സീറാകുന്നു. അപ്പോ നഫ്സുൻ ജംഅ് അൻഫുസുൻ, അത് ജമ്മു തക്സീറാകുന്നു. പിന്നെ അംഫുസക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദേഹങ്ങൾ കും എന്ന ളമീർ മുത്തസിൽ, അത് മുദാഫ് ഇലൈഹിയായി ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അംഫുസുക്കും നിങ്ങളുടെ ശരീരങ്ങൾ എന്നർത്ഥം. അംഫുസുക്കും നിങ്ങളുടെ ശരീരങ്ങൾ, അതിന്റെ അസ്ലിയായ രൂപമാണ്. പക്ഷെ ഇവിടെ അംഫുസക്കും എന്ന് വരാനുള്ള കാരണം എന്താണ് നമുക്കറിയാം. തൻസൗന നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നുവോ. എന്താണ്? ളമീർ മുത്തസിലു ഫി മഹല്ല് ജർറ് മുദാഫ് ഇലൈഹി. മാഷാ അല്ലാഹ്. ളമീർ മുത്തസിൽ ഫി മഹല്ല് ജർറ് മുദാഫ് ഇലൈഹിയാണ് കും എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, അല്ലെ? ഇനി അംഫുസുക്കും എന്നത് ഇതിന്റെ ശരിയായ രൂപമാണ് മനസ്സിലാക്കി. അംഫുസക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ തൻസൗന നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു. അംഫുസു എന്നുള്ളത് അംഫുസ എന്നാകുന്നത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ് അത് മൻസൂബാകുന്നു. അതുകൊണ്ട് അംഫുസക്കും എന്നായി മാറുന്നു. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും وأنتم تتلون الكتاب أفلا تعقلون. ഇവിടെ أتأمرون الناس بالبر وتنسون أنفسكم നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. വഅൻതും തത്ലൂനൽ കിതാബ നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു.
നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ വ അൻതും വാവ് ഇവിടെ എന്തായിരിക്കും? ഹാലാണ്. നിങ്ങളാവട്ടെ എന്നുള്ളതാണ്. വ അൻതും തത്ലൂനൽ കിതാബ, അത് ഹാലിയാണ്. വാവുൽ ഹാലിയ, അതായത് ആ അവസ്ഥ നിങ്ങളാവട്ടെ, നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുകയും ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നു എന്നല്ല, നിങ്ങളാവട്ടെ എന്നാണ്. നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളാവട്ടെ പോലെ ഹാലിയ. അതുകൊണ്ടാണ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിനർത്ഥം നൽകിയപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളാകട്ടെ എന്ന അർത്ഥം തന്നെ കൊടുക്കാനുള്ള കാരണം ഹാലിയ. അപ്പോ അൻതും വാവ് ഹാലി. അൻതും അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. എന്താണ് അൻതും? അതെന്താകുന്നു? അൻതും എന്ന് പറയുന്നത് എന്താകുന്നു? ളമീർ മുൻഫസിലാണ് അല്ലെ? ളമീർ മുൻഫസിലാണ്. അൻതും ളമീർ മുൻഫസിലാണ്. ളമീർ മുൻഫസിലാണ്. അതോടൊപ്പം ളമീർ മുൻഫസിലാണ്. പിന്നെന്താണ്? മബ്നിയുൻ അല സുക്കൂൻ. മബ്നിയുൻ അല സുക്കൂൻ. അൻതും അത് മബ്നിയുൻ അല സുക്കൂൻ. പിന്നെ ഫി മഹല്ല് എന്തായിരിക്കും? ഫി മഹല്ല് എന്താണ്? അതെ, ഫി മഹല്ല് റഫ്അ അല്ലെ? ഫി മഹല്ല് റഫ്അ ആണ്, മുബ്തദ ആകുന്നു. അതാണ് ശരി. അത് ഫി മഹല്ല് റഫ്അ മുബ്തദ ആയിട്ടാണത് വരുന്നത്. അൻതും കാരണം അതിന് മുമ്പോ അതിലേക്ക് അതിനുശേഷം ചേർത്തിട്ട് അതിന്റെ ഏറാബിന് മാറ്റം വരുന്ന ഒരു സംഭവവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അൻതും എന്ന് പറയുന്നത് ഒരു ളമീർ മുൻഫസിലായി വരുന്ന, അതൊരു മുബ്തദഇന്റെ സ്ഥാനത്ത് വരുന്നതാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. وأنتم تتلون الكتاب تتلون തലാ പാരായണം ചെയ്തു. തലാ യത്ലു. തലായത്ലു, അതിന്റെ യത്ലു എന്നുള്ളതിൽ നിന്നാണ് തത്ലൂന, നിങ്ങൾ പാരായണം ചെയ്യുന്നു. യത്ലൂന അവർ പാരായണം ചെയ്യുന്നു. തത്ലൂന അതേ രൂപം തന്നെ. തഅ്മുറൂന, തൻസൗന, തത്ലൂന ഇതൊക്കെ ജംആയിട്ടാണ്. അഖീമു വ അഖീമൂൻ തുടങ്ങി ഇങ്ങോട്ട് വലാ തൽബിസു ആമിനു ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അതേ രൂപത്തിൽ തന്നെയാണ് അത് പോകുന്നത്. അപ്പോ തലാ യത്ലു, യത്ലൂന, തത്ലൂന. അൻതും തത്ലൂന, നിങ്ങൾ പാരായണം ചെയ്യുന്നു. തിലാവത്ത് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തിലാവത്ത്, തലാ യത്ലു തിലാവത്ത്, തലാ യത്ലു തിലാവത്ത് അല്ലെ? തത്ലൂന ഇവിടെ ജംഉ മുദക്കർ സാലിം എന്ന് പറയാ. എന്താണ് ടൈപ്പ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അവിടെ ജംഉ എന്ന് പറയുന്നത് ഇതിലുള്ളതാകുന്നു. വാവുൽ ജമാഅത്ത് നിന്നുണ്ടാകുന്ന തത്ലൂന എന്ന വാവുൽ ജമാഅത്തിൽ നിന്നുണ്ടാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാവുൽ ജമാഅത്ത് ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്അ അല്ലേ? ഫി മഹല്ലി റഫ്അൻ എന്ന് പറയുന്ന ഫാഇലിന്റെ റഫ്അ ആകുന്നു അവിടെ ഉണ്ടാകുന്നത്. വഅൻതും തത്ലൂന അൽ കിതാബ. അൽ കിതാബ കിതാബുൻ
അൽ കിതാബുൻ എന്നതിലേക്ക് അലിഫ് ലാം ചേർത്തു, അൽ കിതാബു എന്നായി. അൽ കിതാബ എന്നത് മഫ്ഊൽ ബിഹി മൻസൂബ്, നിങ്ങൾ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. മഫ്ഊൽ ബിഹി മൻസൂബായി വരുന്നു. അഫലാ തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ. അഫലാ തഅഖിലൂൻ എന്താർത്ഥം? അഫലാ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫല അപ്പോൾ ഇല്ല, അപ്പോൾ ഇല്ലയോ എന്നർത്ഥം. അഫല അപ്പോൾ ഇല്ലയോ, തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ വരുന്ന അഫല എന്നതിലെ ആ എന്നത് നമുക്കറിയാം ഹർഫ് ഇസ്തിഫ്ഹാമാണ്. പിന്നെ ഫ എന്ന് പറയുന്ന അൽഫ എന്താണ്? ഹർഫ് അത്ഫാണ്. ലാ എന്ന് പറയുന്നത് ഹർഫ് നഫിയുമാകുന്നു, അല്ലെ? ഹർഫ് നഫിയുമാകുന്നു. ലാ എന്ന് പറയുന്നത് ഹർഫ് നഫിയുമാകുന്നു. അഫല ഇവിടെ ലാ തഅഖിലൂൻ, ലാ എന്ന് മാത്രമാണ് വിചാരിക്കുക. ലാ തഅഖിലൂൻ ഒരു നഫിയുടെ ലാ മുമ്പിൽ വന്ന് അതിനുശേഷം വരുന്ന മുളാരിയായ ഫിഅൽ അതെപ്പോഴും മർഫൂ തന്നെയാണ്, അല്ലെ? അതേസമയം ലാ അത് നഹിയുടെ ലാ ആണെങ്കിൽ ലാ തഅഖിലൂ നിങ്ങൾ മനസ്സിലാക്കരുത് എന്നർത്ഥം. ലാ തഅഖിലൂ അത് എന്താകുന്നു? മജ്സൂമായി മാറും. അവിടെ അത് മജ്സൂമായി മാറും. ലാ തഅഖിലൂ. ലാ നഹിയാണെങ്കിൽ ശേഷം വരുന്ന ഫിഅൽ മുളാരി ജസ്മു ചെയ്യപ്പെടും. എന്നാൽ ലാ നഫി ആണെങ്കിൽ അതിൽ മാറ്റമില്ല, അത് റഫ്ഇന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കും. അപ്പോ ലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. ലാ തഅഖിലൂൻ. ഫലാ തഅഖിലൂൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഫലാ തഅഖിലൂൻ അല്ല, വെറും ഫലാ തഅഖിലൂൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. അഫലാ തഅഖിലൂൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനസ്സിലായല്ലോ? അവിടെ ഇസ്തിഫ്ഹാമിന്റെ ഹർഫ് കൂടി കൂടുമ്പോൾ അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. അപ്പോൾ അത് ലാ തഅഖിലൂൻ എന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഫ ചേർന്നാൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആ ഇസ്തിഫ്ഹാമിന്റെ ഹർഫായ അതുകൂടി ചേരുമ്പോൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നായി മാറും. അസ്സലാമു അലൈക്കും. അപ്പോ തഅഖിലൂൻ അഖല യഅഖിലു അതിൽ നിന്നാണ് അതിന്റെ യഅഖിലു യഅഖിലാനി യഅഖിലൂന തുടങ്ങിയിട്ട് അവസാനം നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ തൻസൗന തഅ്മുറൂന തത്ലൂന തഅഖിലൂന അതൊക്കെ ഒരേ ഫീലുകളാകുന്നു. എന്താകുന്നു അതിന്റെ സീഗ? അതിന്റെ സീഗ എന്താകുന്നു? ജമ മുദക്കർ ഹാദിർ. ഹാദിർ മുദക്കറാണ്, ജം ആകുന്നു. ഓക്കെ. അപ്പോ തഅഖിലൂൻ എന്ന് പറയുന്നത് ഫിഅൽ മുളാരിയാണ്, മർഫൂ ആണ്, അല്ലേ? തഅഖിലൂൻ ഫിഅൽ മുളാരിയാണ്, മർഫൂ ആണ്. തഅഖിലൂൻ
ഫിഅൽ മുദാരി മർഫൂ. അതിലിറങ്ങിയ വാവുൽ ജമാഅത്ത് ളമീർ മബ്നിൻ അല സുകൂനി ഫി മഹല്ലി റഫ്, ഫായിലിന്റെ സ്ഥാനത്ത് വരുന്നത് കൊണ്ട് ഫായിലായ ഒരു ളമീർ മുസ്തതിർ, അതായത് അൻതും എന്ന തഖ്ദീറോട് കൂടിയിട്ടുള്ള ഒരു ളമീർ മുസ്തതിർ അതിലടങ്ങിയത് കൊണ്ട് അത് ഫായിൽ തന്നെയാണ്, ഫായിലിന്റെ സ്ഥാനത്താണ്, അത് മർഫൂ ആണ് എന്ന് കാണാൻ സാധിക്കും. ശരി, ഇനി واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. അതുകൂടി പറയാം, വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. വസ്തഈനു വീണ്ടും ഹത്ഫിന്റെ വാവാണ് അല്ലെ, വാവ് ഹത്ഫാണ്. വീണ്ടും അത് അവരോട് പറയാണ് വസ്തഈനു, കൽപ്പനകളാണ്. നേരത്തെ വആമിനു, വഅഖീമു, വആതു, വർകഉ. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളെ നന്മ കൽപ്പിക്കുകയും നിങ്ങളെ തന്നെ മറക്കുകയും ചെയ്യുന്നുവോ എന്ന് ചോദിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും നേരത്തെ പറഞ്ഞ അഖീമു, അതുപോലെ തന്നെ ആതു, വർകഉ എന്നതിലേക്ക് വീണ്ടും വസ്തഈനു, അതിലേക്കാണ് പോകുന്നത്. വസ്തഈനു, നിങ്ങൾ, വസ്തഈനു എന്ന് പറയുമ്പോൾ നിങ്ങൾ സഹായം തേടുവിൻ, നിങ്ങൾ സഹായം തേടുകയും ചെയ്യുക, നിങ്ങൾ സഹായം തേടുകയും ചെയ്യുക. വാവ് ഇസ്തഈനു, ഇസ്തആന, യസ്തഈനു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫിഅലാണ് ഇസ്തആന യസ്തഈനു. അതിൽ നിന്നുണ്ടാകുന്ന ഇസ്തിആനത്ത് എന്ന് പറയുന്ന പദം അല്ലെ, ഇസ്തിആനത്ത് സഹായം തേടൽ, സഹായം തേടൽ. അപ്പൊ നിങ്ങൾ സഹായം തേടുവിൻ എന്നാണ്. ഇസ്തആന അതിൽ നിന്നുണ്ടാകുന്ന അമ്രാണ്. ഇസ്തആന യസ്തഈനു എന്നതിൽ നിന്നുണ്ടാകുന്ന അമ്രാണ് ഇസ്തഇൻ. ഇതിന്റെ വസ്ന നിങ്ങൾക്കറിയാം, ഇസ്തഫഅല വസ്ന, ഇസ്തഫഅല വസ്നിലാണ്. ആന യഈനു, അതിൽ നിന്നുണ്ടാകുന്ന ഇസ്തഫഅല വസ്നാണ് ഇസ്തആന യസ്തഈനു. ഇസ്തഇൻ, നീ സഹായം തേടുക. وإذا استعنت فاستعن بالله, ആ ഹദീസ് പഠിച്ചിട്ടുണ്ടല്ലോ. إذا سألت فاسأل الله وإذا استعنت فاستعن بالله فاستعن بالله. അപ്പോൾ നീ ഇസ്തഇൻ, സഹായം തേടുക, ബില്ല, അല്ലാഹുവിനെ. അവിടെ ഇസ്തആന യസ്തഈനു, ഇസ്തിആനത്ത്, അതിൽ നിന്നാണ് ഇസ്തഇൻ എന്നുണ്ടാകുന്നത്. അതിന്റെ ജംആയി വരുന്ന രൂപമാണ് ഇസ്തഈനു, ഇസ്തഈനു എന്ന് വരുന്നത്. അപ്പൊ ഇസ്തഈനു എന്ന് പറഞ്ഞാൽ ഫിഅൽ അംറാണ്. ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫുൻ നൂൻ അല്ലേ, അലാ ഹദ്ഫുൻ നൂൻ. ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫുൻ നൂൻ. ഇസ്തഈനു ബിസ്സബ്രി, ഇസ്തഈനു എന്ന വാവുൽ ജമാഅത്ത് അവിടെ ഉണ്ട്. ഞാൻ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിയുൻ അലാ സുകൂനി ഫി മഹല്ലി റഫ്, ഫാഇലിന്റെ രൂപത്തിൽ വരുന്നത് അല്ലേ. ബിസ്സബ്രി,
ബിസ്സബരി, ബി ഹർഫ് ജർ, അസ്സബർ സബുറുൻ എന്ന് പറയുന്നത് മജ്റൂറായി വരുന്ന പദമാണ്. സബുറുൻ ക്ഷമ, സബുറുൻ ക്ഷമ, ബിസ്സബരി ക്ഷമ കൊണ്ട്, ക്ഷമ കൊണ്ട് എന്നർത്ഥം. അപ്പോ ബിസ്സബരി ബി ഹർഫ് ജറാണ്, അസ്സബർ എന്ന് പറയുന്നത് ഇസ്മ മജ്റൂറാകുന്നു. ബിസ്സബരി വസ്വല, വാവ് അത്ഫിന്റെ വാവാണ്. വസ്വലാത്തി, ബിസ്സബരി വസ്വലാത്തി, ബിസ്സബരി വസ്വലാത്തി. വസ്വലാത്തി എന്ന് പറയാനുള്ള കാരണം അത് മഅ്തൂഫായി വന്നു അല്ലെ, അത്ഫ് ചെയ്യപ്പെട്ടു, സബറിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണ്. സബർ എന്താണ്? മജ്റൂറാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന വാവ് അത്ഫിന്റെ വാവോട് കൂടി അസ്വലാത്ത് സബറിലേക്ക് അത്ഫ് ചെയ്യപ്പെടുകയും സബറിന്റെ അതേ ഇഅ്റാബ് സ്വലാത്തിനും നൽകപ്പെടുകയും ചെയ്യുന്നു. അസ്സലാത്തി, അപ്പോൾ അത് ഇസ്മ മജ്റൂറായി മാറുന്നു എന്നർത്ഥം. അതും ഇസ്മ മജ്റൂറായി മാറുന്നു എന്നർത്ഥം. وإنها 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 ശ്രദ്ധിക്കുക. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടുകയും. وإنها لكبيرة إلا على الخاشعين. وإنها തീർച്ചയായും അത്, ലകബീറത്തുൻ ഒരു വലിയത് തന്നെയാണ്, ഇല്ല ഒഴികെ, അലൽ ഖാശിഈൻ ഭക്തന്മാരുടെ മേൽ. ഇവിടെ ഇത് വഇന്നഹ എന്ന് പറയുന്ന വാവ് അത് രണ്ട് രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുകിൽ ഇസ്തിനാഫിന്റെ വാവായിട്ടാണ്, അതല്ലെങ്കിൽ അത് ഹാലിന്റെ വാവായിട്ടാണ്. രണ്ട് രൂപത്തിലും അത് വിശദീകരിക്കാവുന്നതാണ്. വഇന്നഹ അതാവട്ടെ എന്നർത്ഥം. ആ അർത്ഥത്തില് ഹാലിൻ്റെതാണെങ്കിൽ വഇന്നഹ എന്നർത്ഥം, അതാവട്ടെ. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് നിങ്ങൾ സഹായം തേടുവീൻ. വഇന്നഹ അതാവട്ടെ എന്നർത്ഥത്തിൽ. മറ്റത് ഇസ്തിനാഫിന്റെ വാവാണെങ്കിൽ അപ്പോൾ അത് എന്ന അർത്ഥത്തിൽ. വഇന്നഹ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് സഹായം തേടുവിൻ. വഇന്നഹ അപ്പോൾ അത്, അപ്പോൾ നിശ്ചയമായും അത് എന്ന അർത്ഥത്തിൽ. മനസ്സിലായല്ലോ? അപ്പൊ ഒരിക്കലും അത് അത്ഫിന്റെ വാവ് അവിടെ ആവില്ല എന്ന് മനസ്സിലാക്കാം. ഇവ ഈ രണ്ട് രൂപത്തിലും നമുക്ക് അതിന്റെ അർത്ഥം പറയാവുന്നതാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വഇന്നഹാ ലകബീറത്തുൻ തീർച്ചയായും അത്, ഇന്ന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? തീർച്ചയായും അല്ലേ? ഹർഫ് തൗക്കീദ് വനസ്ബ്, ഹർഫ് തൗക്കീദ് വനസ്ബ്. വഇന്നഹാ ലകബീറത്തുൻ, വഇന്നഹാ ഹ എന്ന് പറയുന്നത് ഇന്നയുടെ ഇന്നയുടെ ഇസ്മായിട്ടാണ് വരിക അല്ലെ, ഇസ്മിന്റെ സ്ഥാനത്താണ് വരിക. പക്ഷെ അത് വഹ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നിലക്ക് വലൈക്കും അസ്സലാം ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബ് അല്ലെ, ഫി മഹല്ലി നസ്ബ് ഇന്ന. ഹ എന്നത് ളമീർ മുത്തസിലാണ്, മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബ്. വഇന്നഹാ അതോടൊപ്പം അത് മഹല്ല് നസ്ബ് ഇന്നയുടെ ഇസ്മാണ്, ഇസ്മ ഇന്ന അല്ലെ, ഫി മഹല്ല് നസ്ബ് ഇസ്മ ഇന്ന.
ശരി. ലകബീറത്തുൻ, ലകബീറത്തുൻ ഇവിടെ വരുന്ന ലാമ് തൗക്കീദിന് വേണ്ടി നൽകപ്പെടുന്ന ലാമാണ്. അതെ, ലകബീർ തൗക്കീദിന് വേണ്ടി പറയപ്പെടുന്ന ലാമാണ്. ലകബീറത്തുൻ, കബീറത്തുൻ എന്ന് പറയുമ്പോൾ കബീറത്തുൻ തീർച്ചയായും അത് കബീറത്തുൻ അത് ഖബർ ഇന്ന. അതെ, ഖബർ ഇന്ന തീർച്ചയായും അത് ഇന്നയുടെ ഖബറായിട്ടാണ്. അതെ, ഇന്ന ഹാ തീർച്ചയായും അത് ഹാ എന്ന് പറയുന്ന ദമീർ ഇസ്മ ഇന്നയാണെങ്കിൽ കബീറത്തുൻ എന്ന് പറയുന്നത് ഖബർ ഇന്നയാണ് എന്നർത്ഥം. ഖബർ ഇന്ന മർഫൂ. ലഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഇല്ലാ അലൽ ഇല്ല എന്ന് പറയുന്നത് ഹസറിന് വേണ്ടിയിട്ട് അല്ലേ, ഹസറിന്റെ ഹർഫായിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത് തന്നെ ഇസ്തിസ്നാഇനെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ അൽബലാഗയിൽ പഠിക്കും. അപ്പോൾ അത് കൂടുതൽ ഇസ്തിസ്നാ അതുപോലെ മുസ്തസ്ന ഇതിന്റെ ഹുക്മുകളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് ഇല്ല എന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ഇല്ല എന്ന് പറയുന്നത് ഇവിടെ ഹസറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇല്ല അലൽ ഖാശിഈൻ, ഇല്ല അലൽ ഖാശിഈൻ. അല എന്ന് പറഞ്ഞാൽ ഹർഫ് ജറാണ് അല്ലേ. ഖാശിഉ, ഖശഅ യഖ്ശഉ, ഖശഅ ഇസ്മു ഫായിലാണ്. ഖാശിഉൻ ഫായിലുൻ എന്ന രൂപത്തിൽ ഉണ്ടാകുന്നതാണ് ഖാശിഉൻ. അതിന്റെ ബഹുവചനമാണ് ഖാശിഊന. ഖാശിഊന അതെന്ത് ജമ്മാണ്? ജമ്മ് അതെന്ത് ജമ്മാകുന്നു? ജമ്മു മുദക്കർ സാലിമാകുന്നു അല്ലെ. ജമ്മു മുദക്കർ സാലിമാകുന്നു ഖാശിഊന. അപ്പൊ അല അൽ ഖാശിഈൻ, അല വന്നതുകൊണ്ട് അല ഹർഫ് ജറാണ്. അതുപോലെ ഖാശിഈൻ എന്ന് പറയുന്നത് ഇസ്മ മജ്റൂറായി മാറുന്നു എന്നാണ്. ഇസ്മ മജ്റൂറായി മാറുന്നു. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. الذين എന്ന് പറഞ്ഞാൽ ഇസ്മ മൗസൂൽ അല്ലേ. മൗസൂലാണ്. മബ്നിയൻ അലൽ ഫത്ഹി അല്ലേ. മബ്നിയൻ അലൽ ഫത്ഹി, ഫത്ഹിൽ മബ്നിയായിട്ടുള്ള ഇസ്മു മൗസൂലയാണ് അല്ലദീന. യളുന്നൂന, യളുന്നൂന വന്ന യളുന്നു വന്ന യളുന്നു. വന്ന ഊഹിച്ചു, വിചാരിച്ചു എന്നൊക്കെ പറയുന്ന അർത്ഥം. യളുന്നൂന അതിന്റെ ബഹുവചനം യളുന്നൂന. അറിയാലോ, ഫിഅൽ മുളാരി
മർഫു, ഫിഅൽ മുദാരി മർഫു ആണ്. ഫിഅൽ മുദാരി മർഫു ആകുന്നു. അല്ലദീന യളുന്നൂന, അവിടെ വാവുൽ ജമാഅത്ത് അറിയാലോ. അവിടെ അതിലടങ്ങിയിട്ടുള്ള ഇവിടെ ഇതുവരെ പറഞ്ഞതൊക്കെ അതിന്റെ തഖ്ദീർ അൻതുമായിരുന്നു. പറഞ്ഞ യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ തുടങ്ങിയിട്ട് ഇതുവരെ അൻതും. എന്നാൽ അല്ലദീന യളുന്നൂന എന്ന് പറയുന്ന അവിടെ എന്താകുന്നു അതിന്റെ തഖ്ദീർ? ഹും എന്നാകുന്നു. അതിന്റെ തഖ്ദീർ ഹും എന്നാകുന്നു. അതെന്താ കാരണം? ഇവിടെ വിഷയം മാറി. വിഷയം എന്തിലേക്ക് കടന്നു? ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഖാശിഈൻ എന്നതിന്റെ ഒരു നഅത്തായിട്ടാണ് പിന്നീട് അല്ലദീന പറഞ്ഞു വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോ അതിന്റെ അല്ലദീന യളുന്നൂന ആ ഖാശിഈങ്ങളിലേക്ക് പോവാണ്. യളുന്നൂന അതിലടങ്ങിയ ഹും എന്നത് അത് ളമീർ മടങ്ങുന്നത് ഖാശിഈനിലേക്കാണ്. ഖാശിഊന എന്നതിലേക്കാണ് അത് മടങ്ങുന്നത്. അല്ലദീന യളുന്നൂന അന്നഹും, തീർച്ചയായും അവർ. നേരത്തെ പറഞ്ഞതുപോലെ അന്ന എന്ന് പറഞ്ഞാൽ അന്ന ഹർഫ് തൗക്കീദാണ് അല്ലേ? ഇന്ന അന്ന ഹർഫ് തൗക്കീദാണ്. അന്നഹും, ഹും എന്നത് അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ളമീറാണ്. അന്നയുടെ ഇസ്മായിട്ടാണ് ഹും വരുന്നത്. അപ്പൊ അത് നസ്ബിന്റെ സ്ഥാനത്താകുന്നു. അന്നഹും. അപ്പോ അന്ന എന്ന് പറയുന്നത് ഹർഫ് തൗക്കീദാണ്. അതോടൊപ്പം നസ്ബുൻ, നസ്ബിന്റെ ഹർഫ് തൗക്കീദ് വ നസ്ബ് അല്ലെ? അങ്ങനെയാണ് വേണ്ടത്. ഹർഫ് തൗക്കീദ് വ നസ്ബ്. ഹും എന്ന് പറയുമ്പോൾ അത് ഇസ്മു അന്നയാണ്. അത് ളമീർ മുത്തസിലായി വന്നതാണ്. മബ്നിയുൻ അല സുക്കൂനാണ്. الذين يظنون أنهم ملاقو لاقى يلاقي എന്നതിൽ നിന്നുണ്ടാകുന്ന മുലാഖുൻ, അതിന്റെ ബഹുവചനമാണ് മുലാഖൂന. മനസ്സിലായല്ലോ? അപ്പോൾ അത് നസ്ബ് ചെയ്യപ്പെട്ടു. മുലാഖൂന നസ്ബ് ചെയ്യപ്പെട്ടു നൂനിനെ ഹദഫ് ചെയ്തുകൊണ്ട്. എന്താ നസ്ബ് ചെയ്യപ്പെടാനുള്ള കാരണം? മുലാഖൂന എന്നത് നസ്ബ് ചെയ്യപ്പെട്ടു. എന്താ കാരണം? ഖബർ, അന്നയുടെ ഖബർ ആയതുകൊണ്ട്. എന്താണ്? ആരും കാണുന്നില്ലല്ലോ. അന്നയുടെ ഖബർ ആയതുകൊണ്ട് മുലാഖു എന്നത് അതിന്റെ നൂന് ഹദഫ് ചെയ്യപ്പെട്ടു. അന്നഹു മുലാഖു റബ്ബിഹിം, മുലാഖു റബ്ബിഹിം. അവിടെ വരുന്ന റബ്ബ് മുദാഫ് ഇലൈഹിയാണ് അല്ലെ? മുദാഫ് ഇലൈഹിയാണ്. അന്നഹും മുലാഖു റബ്ബിഹിം, മുദാഫ് അത് മുലാഖൂന എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഅന്നഹും ഇലൈഹി റാജിഊൻ, തീർച്ചയായും അവർ. വഅന്നഹും നേരത്തെ പറഞ്ഞതുപോലെ വഅന്നഹും, അതുപോലെ ഇലൈഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം. ഇലൈഹി ഹർഫ് ജറാണ്. ഇലൈഹി അവിടെ വരുന്ന ഹുവ എന്നത് ളമീർ മബ്നിയുൻ അലൽ കസ്റാണ് ഫി മഹല്ലി ജർ. റാജിഊൻ 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 റാജിഊന. റാജഅ
لا رجع يرجع يرجع رجع يرجع رجع يرجع راجعون راجعون رجع يرجع راجعون അതിന്റെ ബഹുവചനം റാജിഉൻ ഇസ്മു ഫായിലാണ്, അതിന്റെ ജംആയിട്ടാണ് റാജിഊന വരുന്നത്. അന്നഹും ഇലൈഹി റാജിഊൻ എന്നത്. ഇവിടെ നേരത്തെ അന്നഹും മുലാഖു എന്ന് പറഞ്ഞെടുത്ത് ശ്രദ്ധിക്കുക, ഞാനത് പറഞ്ഞതിൽ മാറിപ്പോയിട്ടുണ്ട്. തീർച്ചയായും അന്നഹും ഹും എന്നത് ഇസ്മു ഖബർ ഇസ്മു അന്നയാണ്, അത് മൻസൂബാണ്. എന്നാ മുലാഖൂന എന്നത് ഖബർ അന്നയാണ്, അത് മർഫൂ തന്നെയാണ്. ഖബർ അന്ന മർഫൂ ആണ് മുലാഖൂന. പക്ഷെ മുലാഖൂ റബ്ബിഹിം റബ്ബിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മുലാഫ് ആയതുകൊണ്ട് മുലാഖൂന എന്നതിന്റെ നൂന് ഹദഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞപ്പോൾ അത് മൻസൂബാണ്, അത് അങ്ങനെ നൂന് ഹദഫ് ചെയ്തു എന്ന് ഞാനൊരു അബദ്ധത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്, അത് തിരുത്തുക. മുലാഖൂന എന്നതിലെ നൂന് അത് നഷ്ടപ്പെടാനുള്ള കാരണം അത് ഇളാഫത്ത് ചെയ്യപ്പെട്ടത് കൊണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും ശരി, സമയം വളരെ വൈകിയിട്ടുണ്ട്, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിലെന്തെങ്കിലും അവസാനം പറഞ്ഞതിൽ അല്പം ഒന്ന് ധൃതി പിടിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഈ ആയത്തുകളിൽ അടങ്ങിയ ഇതിന്റെ ആശയം എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. വഖീമുസ് സ്വലാത്ത വആതു സക്കാത്ത വർക്കഊ മഅർ-റാക്കിഈൻ അതഅ്മുറൂന എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ആയത്തുകൾ ഒന്നുകൂടി ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ആയത്തുകൾ വിശദീകരിച്ചതിൽ പ്രധാനമായും അതിന്റെ വ്യാകരണ നിയമങ്ങളാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അത് കൂടുതൽ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അറബി ഭാഷയെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിന്റെ കുറവ് അല്ലെങ്കിൽ അത് വേണ്ട രൂപത്തിൽ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ ചില പ്രയാസങ്ങൾ പലർക്കും ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ കൃത്യമായി ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മുടെ അൽബലാഗ ക്ലാസ്സിൽ നമ്മൾ ചേരേണ്ടതുണ്ട്. അതിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 2-3 ക്ലാസ് പിന്നിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് ഇത് സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.